ഞങ്ങളെ വീടിൻ്റെ ഒരു സൈഡ് പുഴയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പെയ്യുന്ന മഴ കാരണം പുഴ ഏതാ കര ഏതാന്ന് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയായി. ഈ കാണുന്നതൊക്കെ കരഭാഗമാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ വെള്ളത്തിലാണ്. ഈ തെങ്ങ് നിൽക്കുന്ന ഭാഗമാണ് നമ്മളെ പറമ്പ് വരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കാണ് പുഴ. കണ്ടോ, ഇതാണ് നമ്മളെ പറമ്പ്, മറ്റേതാണ് പുഴ. അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നതാണ് പുഴ. ഈ ചെടികളെല്ലാം നമ്മളെ പറമ്പിലുള്ള ചെടികളാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ വെള്ളത്തിലായി. കുറച്ച് ഭാഗം കര നമുക്ക് കാണാൻ പറ്റും. അത് പുഴ എടുക്കാത്ത ഭാഗങ്ങളാണ്, പുഴയിൽ വെള്ളം വരാത്ത ഭാഗങ്ങളാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു രസകരമായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. അത് വേറൊന്നുമല്ല, നമ്മൾ വെള്ളം കയറിയപ്പോൾ നമ്മൾ തെങ്ങുമലൊക്കെ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകൾ, ഒരുപാട് ഞണ്ടുകൾ കയറി വന്നിട്ടുണ്ട്. അതെല്ലാം ഈ വെള്ളം കയറിയപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ്. ഇഷ്ടംപോലെ ഞണ്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പുഴയിൽ വെള്ളം കൂടിയാൽ കാണാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് വേസ്റ്റ്. ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് പുഴയിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവാറുണ്ട്, ചപ്പൽ ഉണ്ടാവാറുണ്ട്, ബാഗ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നതാണ്. നമ്മൾ മാക്സിമം എന്താണ് വേസ്റ്റൊക്കെ, പുഴയിൽ കാണുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ പറമ്പിൻ്റെ സൈഡിലേക്ക് കൂട്ടിയിടാറുണ്ട്. കാരണം ഇതിങ്ങനെ ഒലിച്ച് വെള്ളം കയറുന്ന സമയത്ത്, വേലിയേറ്റത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ പറമ്പിലേക്ക് കയറും. പിന്നെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ആകെ പരന്ന് കിടക്കും. അപ്പോൾ നമ്മൾ വേസ്റ്റ് കാണുമ്പോൾ മാക്സിമം നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ഒരുവിധമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. ഇപ്പോൾ നേരത്തേനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് പുഴ. ഒരുവിധം വേസ്റ്റൊക്കെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളത് പറയാനുള്ള, ദയവ് ചെയ്തിട്ട് വേസ്റ്റൊന്നും പുഴയിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ കൊണ്ട് ഇടാതിരിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.